ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന്റെ അപകടകരമായ തൃത്വ പഠനത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിന് വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അത് നമുക്ക് പിന്നെ പറയുമ്പോൾ ബോധ്യപ്പെടും. ആര് പറയുന്നു? പിതാവ് തന്നെ പുത്രൻ, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ദൈവത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ്. അവസ്ഥ, ദൈവത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏകദൈവം, ആ ഏകദൈവം സൃഷ്ടി നടത്തിയപ്പോൾ പിതാവായി. ആ ദൈവം മനുഷ്യനായി വന്ന് വീണ്ടെടുപ്പ് നടത്തി. ആ ദൈവം പരിശുദ്ധാത്മാവായി വന്ന് സഭയുടെ പരിപാലനത്തിൽ ഏർപ്പെട്ടു. ഇത് കേട്ടാൽ വലിയൊരു അപകടം പോലെ തോന്നില്ല, കൊള്ളാവല്ലോ എന്ന് തോന്നും അല്ലേ? പക്ഷെ വലിയൊരു അപകടമാണ്, വലിയ അപകടമാണ്. എന്താ അപകടം? അത് മൊത്തം പറയാൻ എന്നിട്ട്. അപ്പം അവർ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മനസ്സിലായോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്താ? ദൈവത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ, അതാണ് പറയുന്നത്. ഇനി ഒന്നുകൂടെ ഉണ്ട്. വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, അതിനകത്ത് പല വിഭാഗങ്ങളെ അദ്ദേഹം എടുക്കുന്നുണ്ട്. സാൽവേഷൻ ആർമി, അതുപോലെ തന്നെ യഹോവ സാക്ഷി, പിന്നെ ബർണാമിന്റെ സഭ, ഇങ്ങനെ പല സഭകളെ കുറിച്ച് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ. ഇനി അടുത്ത ഭാഗം അടുത്ത ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹം പറയുന്ന ചില വാദങ്ങൾ ഉന്നയിക്കുകയാണ്. എന്താണ് ഈ വാദങ്ങൾ? അദ്ദേഹം പറയുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ അത് വലിയ അപകടകരമായ ഒരു പഠനമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് അദ്ദേഹം പറയുന്ന അപകടം? ഇതൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ദൈവം ഏകനാണെന്ന് പറയുന്നതിൽ അതിനകത്ത് എന്താ അപകടമുള്ളത്? ഇതെല്ലാം ദൈവവചനത്തിലുള്ള കാര്യമാണ്. വാദമാണ്. വാദമാകുന്നത് എങ്ങനെയാണ്? അതിന് എന്താ പറയുക, പുള്ളി പറയുന്നത് അതിനൊരു തിയോളജിക്കൽ പരമായിട്ടുള്ള ഒരു ഇതില്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന തിയോളജി? കാരണം തിയോളജിയും തത്വശാസ്ത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പറ്റിക്കരുതെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ തത്വജ്ഞാനത്തെ പിടിച്ചുകൊണ്ടാണ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന്റെ പല പ്രസംഗങ്ങളും നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നു. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗം വായിക്കാം. ഇനിയിപ്പം വാദമാണ് ഇനി അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പം വാദത്തിന് വേണ്ടി പറയുന്നതാണ് എന്ന് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു ആ വീഡിയോയിൽ. കാരണം ഈ തൃത്വവും ത്രിയേകവുമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഏക ദൈവം ഇനിയിപ്പോ ഇല്ലേ? ചില വാക്യങ്ങളൊക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെ, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, വളരെ ശ്രദ്ധിക്കണം. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പൊ യഹോവ ഒരാളായതുകൊണ്ടാണ് ഏകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അദ്ദേഹം തന്നെ പറയുന്നു 3 ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് അപകടമില്ല. പക്ഷേ ദൈവം ഏകനാന്ന് പറയുന്നതിലാണ് ആർക്ക്? പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന് അപകടമുള്ളത്. അപ്പൊ അപകടം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. അത് ഞാൻ പിന്നീട് ഒരു ഭാഗത്ത് പറയാം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്ന ഏകനെന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ഇനി നമ്മള് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പം അവിടെ പറഞ്ഞിരിക്കുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്, അല്ലേ? എന്തുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്?
1 കൊരിന്ത്യർ 8:6 പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ പാസ്റ്റർ അനിൽ കുടിത്തോട്ടം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം വാദത്തിന് വേണ്ടി പറയുന്നതാണ്. ഏകനെന്നുള്ള കാര്യം വാദത്തിന് വേണ്ടി പറയുന്നതാണ്. വാദം ഏകനിൽ മാത്രമല്ല, ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇനിയും പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഒന്നാകുന്നതിനെ കുറിച്ച് ഉള്ള കാര്യം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതാകും. അപ്പം ഇതിനകത്ത് ഈ 2 കാര്യങ്ങളിലും നമ്മുടെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേ കാര്യമേ പറയുന്നുള്ളൂ, ദൈവം ഏകനാണെന്ന്. ഇദ്ദേഹം പറയുന്ന ത്രിയും തൃത്വവും ത്രിയേകവും ഒന്നും ഇതിന്റെ ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഈ ത്രിയും തൃത്വവും ഒക്കെ കിട്ടിയത് എവിടുന്നാണ്? അപ്പോൾ അദ്ദേഹം തന്നെയല്ലേ അപകടം വിളിച്ചു വരുത്തുന്നത്? നമ്മൾ ആരെങ്കിലും അപകടം വിളിച്ചു വരുത്തുന്നുണ്ടോ? അദ്ദേഹം തന്നെ അപകടം വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് അത് അപകടമാണ്, 3 പേരുണ്ടെന്ന് പറയുന്നതിൽ അപകടമില്ല. അപ്പൊ 3 പേരുണ്ട്, 3 ദൈവമുണ്ട്. ബൈബിളിലെങ്ങും പറഞ്ഞിട്ടില്ല 3 ദൈവമുണ്ടെന്നും 3 വ്യക്തികളുള്ള ദൈവമാണെന്നും 3 വ്യക്തികൾ കൂടിയതാണെന്നും ദൈവവചനത്തിൽ പറയുന്നില്ല, അല്ലേ? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനാണെന്ന് പറഞ്ഞേക്കുന്നു. 3 പറയുന്നില്ല. എല്ലാവർക്കും മീതെ ഇരിക്കുന്നവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് പറഞ്ഞിട്ട് അതിനെ 3 പ്രവണതയാണ് പാസ്റ്റർ അനിൽ കുടിത്തോട്ടം കാണിക്കുന്നത്. അപ്പോൾ ആരാണ് അപകടം വിളിച്ചു വരുത്തുന്ന ആരാണ്? പാസ്റ്റർ അനിൽ കുടിത്തോട്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ സ്ഫുരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം എന്തിനോ വേണ്ടിയുള്ള സ്റ്റേജ് കിട്ടാനോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയായിരിക്കും ഈ തൃത്വത്തെ കൂടുതലായിട്ടും ഉയർത്തി വെച്ചിരിക്കുന്നത്. തൃത്വത്തിന്റെ നാമമല്ല ഉയർത്താൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സ്നാനത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം വരുന്ന ദിവസങ്ങളിൽ അതിന്റെ അടുത്ത ഭാഗം ഞാൻ ഉണ്ടാവും. അടുത്ത ഭാഗം ഞാൻ കൂടുതലായി സംസാരിക്കുന്നതാണ്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.